Hello dear students, LJ from RKNX. NCERT ഒന്നാമത്തെ ചാപ്റ്ററിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. An infinite line charge produces a field of 9 into 10 raised to 4 Newton per coulomb at a distance of 2 centimeters. Calculate the linear charge density. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചാർജസ് എല്ലാം ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 r. ഞാൻ ഒരു ഈസിനെസ്സിന് വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2 ലാംഡ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 r. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 9 into 10 raised to 4. ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് 2 centimeters. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈയുടെ വാല്യൂ 9 into 10 raised to 4 is equal to 2 into 1 by 4 pi epsilon 0യുടെ വാല്യൂ 9 into 10 raised to 9 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 raised to -2 മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും കട്ട് ചെയ്തു. 9 and 9 ആർ കട്ട്. പിന്നെ നമുക്ക് വരുന്നത് ലാംഡ എന്ന് പറയുന്നത് 10 raised to 4 ഓൾറെഡി ന്യൂമറേറ്ററിലുണ്ട്. 10 raised to -2 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10 raised to -2 ഡിവൈഡഡ് ബൈ ഈ കാണുന്ന 10 raised to 9 താഴേക്ക് വരും. സോ ഓൾ ടുഗെദർ 10 raised to 4ഉം 10 raised to -2ഉം കൂടെ 10 raised to 2. താഴെ വരുന്ന 10 raised to 9 ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ 10 raised to -9. ഫൈനലി നമുക്ക് ആൻസർ 10 raised to -11 കുളോം പെർ മീറ്റർ എന്ന് കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു 10 to the power -11 കുളോം പെർ മീറ്റർ.